ഞാനിപ്പോൾ ഉള്ളത് മൈസൂർ സൂവിലാണ്. ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്നാണ് ഇതിന്റെ പേര്. മൈസൂർ രാജാവായിരുന്ന ചാമരാജ ഒടയറായിരുന്നു ഈ സൂ 1892 കൊണ്ടുവന്നത്. ഏകദേശം 130 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ഒരു സൂ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും വലിയ സൂകളിൽപ്പെട്ട ഒരു സൂ ആണ്. ആദ്യം കയറുമ്പോൾ തന്നെ നമുക്കൊരു മാപ്പ് കാണാൻ സാധിക്കും. ഓരോ മൃഗങ്ങളും എവിടെയാണുള്ളത് എന്ന് ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നടന്നു കാണാനാണെങ്കിൽ ഏകദേശം 5 കിലോമീറ്ററിലധികം നടന്നു കാണാനുണ്ട് ഈ ഒരു സൂ. നടക്കാൻ പറ്റാത്തവർക്ക് ഇലക്ട്രിക് വാഹനവും സജ്ജീകരിച്ചിട്ടുണ്ട്. ആദ്യം കാണുന്നത് തന്നെ ഒരുപാട് വ്യത്യസ്തമായ ഇനങ്ങളിൽപ്പെട്ട പക്ഷികളാണ്. 100 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ടിക്കറ്റ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് ഇനം പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഈ സൂയിലുണ്ട്. ഇന്ത്യൻ വംശജരും വിദേശ വംശജരുമായ ഒരുപാട് ജീവജാലങ്ങൾ ഇവിടെ കാണാം. അങ്ങനെ തൊട്ടടുത്ത് 2 പുള്ളിപ്പുലികൾ അടികൂടുന്ന നല്ല മനോഹരമായ ദൃശ്യം കാണാൻ സാധിക്കും. തൊട്ടപ്പുറത്ത് തന്നെ ദാ നിൽക്കുന്നു കാട്ടിലെ രാജാവ് സിംഹം. അങ്ങനെ അവിടെ നിന്ന് പോയപ്പോൾ അതാ ഒരു ഗോറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോയത് നേരെ ഹിപ്പോപ്പൊട്ടാമസിന്റെ അടുത്തേക്കാണ്. വലിയ സൈസുള്ള ഹിപ്പോപ്പൊട്ടാമസ്. അതിന്റെ അപ്പുറത്ത് തന്നെയാണ് ഒരു ഭീമാകാരമായ ഒരു ചീറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കുറച്ചപ്പുറത്ത് ഒരു സീബ്രയുടെ കൂട്ടം തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ കരടിയും വ്യത്യസ്തമായ ഇനങ്ങളിൽപ്പെട്ട മാനുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇനിയും ഒരുപാട് ജീവജാലങ്ങൾ ഇതിലുണ്ട്. പക്ഷെ എല്ലാത്തിന്റെയും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ആഫ്രിക്കൻ ആനകൾ, വെള്ളക്കടുവ, അതുപോലെ വ്യത്യസ്തമായ ഇനങ്ങളിൽപ്പെട്ട കുരങ്ങുകൾ, വലിയ വലിയ ഭീമാകാരമായ അനാക്കൊണ്ടകൾ, വിഷപ്പാമ്പുകൾ തുടങ്ങിയ ഒരുപാട് അള്ളാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിജാലങ്ങളുടെ ഒരു കേന്ദ്രം തന്നെയാണ് ഈ മൈസൂർ സൂ എന്നുള്ളത്. മൈസൂരിലേക്ക് നിങ്ങൾ പോയാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഈ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ.